തിരുവനന്തപുരം നഗരസഭയിൽ കുടിവെള്ള പ്രശ്നമുണ്ടായ സന്ദർഭത്തിൽ മേയറുടെ രക്തത്തിനു വേണ്ടി ദാഹിച്ച് സമരം ചെയ്തിരുന്നവർ ഇന്ന് അതേ കസേരയിൽ കയറിയിരുന്നതിന് ശേഷം അതേ കുടിവെള്ള പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് വിദഗ്ധമായി അതിനെ കൈകാര്യം ചെയ്ത ഭരണസമിതിയും ഇന്ന് അപ്പാടെ പരാജയപ്പെട്ടതിന് ശേഷം ഒരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കേട്ടെ. കുടിവെള്ള പ്രശ്നം കോർപ്പറേഷന്റെ നേക്ക് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്നത് എവിടെയാണ്? കോർപ്പറേഷനാണ്. പിന്നെ എന്താ കോർപ്പറേഷനോട് ചോദിക്കുന്നത്? കുടിവെള്ളത്തിന് ചോദിക്കരുതെന്ന് പറയുന്നില്ല. കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്ന വാട്ടർ അതോറിറ്റി അല്ലല്ലേ? അപ്പൊ വാട്ടർ അതോറിറ്റി അല്ലേ അതിന്റെ അതോറിറ്റി? അതിനല്ലേ ഒരു മന്ത്രാലയം ഉള്ളത്. വാട്ടർ അതോറിറ്റി എന്തുകൊണ്ട് അഡ്രസ് ചെയ്തില്ല? കേട്ടല്ലോ, ആര്യ രാജേന്ദ്രന് ഇങ്ങനെയുള്ള പ്രിവിലേജ് ഒന്നും ഇല്ലായിരുന്നു. കുടമൊക്കെ എടുത്ത് സമരം നടത്തിയവർ ഇന്നിപ്പോ പറയാണ് കുടിവെള്ളം ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. നിങ്ങൾ വീട്ടിൽ വെള്ളം തരുന്നതിൽ എവിടെയാണ് ബില്ലടയ്ക്കുന്നത്? ഒരു പ്രത്യേക മന്ത്രാലയത്തിലല്ലേ, വാട്ടർ അതോറിറ്റിയിലല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. നിങ്ങളെ വീട്ടിലെ ഇലക്ട്രിസിറ്റി കറണ്ടിന് നിങ്ങൾ എവിടെയാണ് ബില്ലടയ്ക്കുന്നത്? അത് ഇലക്ട്രിസിറ്റി ഓഫീസിലല്ലേ, പ്രത്യേക ഓഫീസല്ലേ? അപ്പോൾ കറണ്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല. നിങ്ങൾക്ക് റോഡ് ടാക്സ് അടയ്ക്കുന്നത് എവിടെയാണ്? നിങ്ങൾ വണ്ടി ഇറക്കുന്ന സമയത്ത് റോഡ് ടാക്സ് അടയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നല്ല റോഡുകൾക്ക് വേണ്ടിയാണ്. ആ റോഡ് ടാക്സ് അടയ്ക്കുന്നത് നിങ്ങൾ കോർപ്പറേഷനാണോ? അല്ലല്ലോ. നിങ്ങൾ അതിനൊരു പ്രത്യേക മന്ത്രാലയത്തിന് അടച്ചു കൊടുക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് നല്ല റോഡുകൾ പഞ്ചായത്തിൽ തരാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്കേ ഇല്ല. നിങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനം ഈ നാട്ടിൽ ആരാണ് ചെയ്യുന്നത്? അതിന് ഇവിടെ ഒരു പ്രത്യേക വകുപ്പില്ലേ? ആ വകുപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ആരാണ് ചെയ്യേണ്ടത്? ഞങ്ങളാണോ ചെയ്യേണ്ടത്? ഞങ്ങളല്ല. അതിന് ഈ നാട്ടിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുണ്ട്. ഒരു മന്ത്രിയില്ലേ? ആ മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ സകലതിനും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഈ കസേര കയറിയിരുന്ന് നഗരസഭയുടെ ഖജനാവിലേക്ക് വരുന്ന ഫണ്ട് അതെടുത്ത് പുട്ടിയിട്ട് നേരെ ദൂർത്തടി നാട്ടിലെ എല്ലാ ആരാധനാലയങ്ങളിലും പോയി ഫോട്ടോഷൂട്ട് നടത്തുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത 5 വർഷത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ. മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ തോട് വൃത്തിയാക്കണമെന്ന് പറഞ്ഞാൽ അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പണിയല്ലേ? അത് ഞങ്ങളുടെ പണിയാണോ? ഇങ്ങനെ സകല കാര്യത്തിലും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വവുമില്ല. ഈ കേരളത്തിൽ കഴിഞ്ഞ 4 മാസത്തിന് മുന്നോടിയായിട്ട് ഏതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് അവിടെ കുടിവെള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് അധികാരത്തിൽ കയറുന്നത് വരെ ഇവിടെ കുടിവെള്ളം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് ഞങ്ങളുടെ കേന്ദ്രത്തിന്റെ ജൽജീവൻ മിഷനിലൂടെയാണ് എല്ലാ വീട്ടിലും കേന്ദ്രം വെള്ളം എത്തിച്ചത്. അതിനൊന്നും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനോ നഗരസഭയ്ക്കോ ഒരു ഉത്തരവാദിത്വവുമില്ല. ജൽജീവൻ മിഷൻ കേന്ദ്രത്തിൽ നിന്ന് മോദിജി ടാങ്ക് വെച്ച് വെള്ളം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്.